വാഹനാപകടത്തിൽ മരിച്ച വ്യക്തിയുടെ മകനോട് 500 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങിയ സംഭവത്തിൽ എസ്ഐക്കെതിരെ നടപടിയുണ്ടായിരിക്കുകയാണ്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ്ഐ അലക്സ് ജോണിനെതിരെയാണ് ജില്ലാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം പനച്ചിക്കാട് സ്വദേശിയായ വ്യക്തി ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ ഈ അപകടവുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കുന്നതിന് തുടർ നടപടികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് ഈ എസ്ഐ അലക്സ് ജോൺ 500 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഈ വിഷയം ഈ 500 രൂപ കൈക്കൂലിയായി നൽകേണ്ടി വന്ന മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ PK വൈശാഖിനോട് പറയുന്നു. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നു. തുടർന്ന് PK വൈശാഖാണ് ഈ വിഷയം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ SIക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വൈശാഖ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? നവംബർ 20-ാം തീയതിയാണ് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ കൂടിയായ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന മധുച്ചേട്ടൻ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മകനും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കി റിപ്പോർട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിട്ടത്. ആദ്യം അവരവിടെ ചെന്നു. ആ പയ്യൻ ചെന്നതിന് ശേഷം ആ പയ്യൻ ഈ CCTV ഫുട്ടേജ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ബണ്ടിൽ പേപ്പർ വേണം, നീ പോയി പേപ്പർ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഈ മകനോട് പറഞ്ഞു. ഇവൻ പുറത്ത് പോയിട്ട് അടുത്ത കടയിൽ നിന്ന് ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തുവെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു എനിക്ക് നാരങ്ങാവെള്ളം വേണം. ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾ ഇദ്ദേഹം നിരന്തരമായി ഉന്നയിക്കുകയാണ്. അതിനുശേഷം പോകാൻ നേരത്താണ് ഈ പയ്യനോട് പറയുകയാണ്, വൈകിട്ട് 2 അടിക്കണമല്ലോ, എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുക്കുകയാണ്. 500 രൂപയാണെന്ന് കയ്യിലുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. ആ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പൈസ കൊടുത്തതിന് ശേഷമാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ അവിടുത്തെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഈ CCTV അടക്കമുള്ള ഫുട്ടേജ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് എടുത്തു തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി, മകനും ഉണ്ടായ സാഹചര്യം എന്നോട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കേട്ടപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഈ നാട്ടിലെ ഏതൊരു മനുഷ്യൻ്റെ ആവശ്യത്തിന് ഓടിച്ചെല്ലുന്ന ഒരാളായിരുന്നു മധുച്ചേട്ടൻ. ഇപ്പം ഞങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകർക്ക് മുമ്പേ നടന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി. പൈസയുടെ അല്ല ഇതിൻ്റെ അകത്ത്, പക്ഷേ മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരാളാണ് ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇതിലും വലിയ എമൗണ്ടുകൾ മേടിച്ചിട്ടുണ്ടാകാം, പല സംഭവങ്ങളുമൊക്കെ നമ്മുടെ മുമ്പുണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്ന് ആക്സിഡൻറ്റിന് ഒരു അച്ഛൻ മരണപ്പെട്ട് ഒരു മകൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവനോട് കൊടുക്കേണ്ട ബേസിക് മര്യാദ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിവിടെ ഒരു രീതിയിലും കൊടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ റിപ്പോർട്ടിന് പോലും പൈസ മേടിക്കുന്ന അല്ലെങ്കിൽ അതിന് പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സൈഡിൽ അങ്ങനെയാണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച മറ്റൊരു സൈഡിൽ എന്തായിരിക്കും അദ്ദേഹം മേടിച്ചിട്ടുള്ളതെന്ന് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വശങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൃത്യമായി ഇൻഫോം ചെയ്യുമായിരുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അതിൻ്റെ അത് വളരെ ആക്റ്റീവായിട്ട് തന്നെ റോൾ എടുത്തു. എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല, റിപ്പോർട്ടുണ്ടാവും, നടപടി ഉണ്ടാവും, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു, അവർ എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ എൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്തായി കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ അപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇന്നലെയാണ് അതിൻ്റെ അകത്ത് ഇന്നലെ മിനിങ്ങാന്നായിട്ട് നടപടികൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഈ അലക്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പം ഈ പറയുന്ന ഓഫീസിൽ നിന്ന് മാറ്റാനായിട്ട് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അത് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കോട്ടയം MLA-യോടും ഈ കാര്യം ഞാൻ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രൊസീജിയറായിട്ട് മുന്നപ്പെട്ടു പോവുക, സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇൻഫോം ചെയ്യണം, കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ അകത്ത് ശക്തമായ ഒരു പിന്തുണ ഈ വിഷയത്തിൽ നൽകിയിരുന്നു എന്ന് ശ്രദ്ധേയമാണ്. ഈ മകനോട് സ്റ്റേഷനിലെത്തിയ സമയത്ത് ആദ്യം ഒരു ബണ്ടിൽ പേപ്പർ വാങ്ങിക്കൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നു, പിന്നീട് നാരങ്ങാവെള്ളം വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടല്ലേ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് പറഞ്ഞത് ആദ്യം ഇപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ബണ്ടിൽ പേപ്പർ പോയി മേടിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട്സ് എഴുതണമെങ്കിൽ പേപ്പർ വേണം, അതിന് ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചുകൊണ്ട് വരിക. ഇത് സ്ഥിരം പ്രവണതയാണ് ആ സ്റ്റേഷനിലെ. അതെല്ലാ സ്റ്റേഷനിലും മിക്ക സ്ഥലങ്ങളിലുള്ളതാണ്, നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുകയില്ല എന്നാണ്. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാത്രം ഒരു കൺസേൺ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ മദ്യപിക്കാൻ പണം വേണമെന്ന് പറഞ്ഞ് കൈക്കൂലി ആവശ്യപ്പെടുന്നത്. എന്നോട് പറഞ്ഞത് 2 അടിക്കാൻ പൈസ വേണമല്ലോ, 2 അടിക്കണമല്ലോ വൈകിട്ട്, എങ്ങനെയാണെന്നാണ് ചോദിച്ചതെന്നാണ് അവരെന്നോട് അറിയിച്ചത്. എന്താണെങ്കിലും താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു.
മറ്റ് എന്തെങ്കിലും പരാതികളുമായി മുന്നോട്ട് പോകാൻ ഈ കുടുംബം ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ കുടുംബത്തോട് ഇന്നലെ കുടുംബം ഇങ്ങനെയുള്ള വിഷയം അവർക്ക് ആശങ്കയാണ് ഇപ്പോഴും. കാരണം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2 മക്കളാണ്, ആ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുമോ എന്നുള്ള ആശങ്കകൾ സാധാരണ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ആശങ്ക അവർക്കുമുണ്ട്. എന്നിരുന്നാലും അതിനൊന്നും തന്നെ പ്രസക്തിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്നലെ വിജിലൻസ് DYSP അടക്കമുള്ള ആളുകൾ നേരിട്ട് നമ്മളെ ഫോൺ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവരും പറയുന്നത് അവർ അതിൻ്റെ അകത്ത് ടേക്കപ്പ് ചെയ്യും, പ്രോപ്പർലി ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എൻക്വയറിയും ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇനി ഏതെങ്കിലും കാരണം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നൽകണമെന്നുണ്ടെങ്കിൽ അത് നൽകാൻ നമ്മൾ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയും. എന്താണെങ്കിലും കോട്ടയത്താണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI ആയ അലക്സ് ജോണിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം പനച്ചിക്കാട് സ്വദേശിയായ വ്യക്തി വാഹനാപകടത്തിൽ മരണപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഈ അപകടത്തിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് ആ മകനോട് കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്നാണ് പരാതി. ഈ വിഷയം ആ ദുരനുഭവമുണ്ടായ മകൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ PK വൈശാഖിനോട് പറയുകയായിരുന്നു. വൈശാഖാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഈ ഒരു വിവരം ധരിപ്പിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് തന്നെ കണ്ടെത്തുകയും ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അലക്സ് ജോൺ എന്ന SIയെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത്. ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന തരത്തിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളെ ഇനി നിയമിക്കരുത് എന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അതിവേദനാജനകമായ അല്ലെങ്കിൽ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കോട്ടയത്തുണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിതാവ് മരണപ്പെട്ട മകനോട് കൈക്കൂലി ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് കോട്ടയത്തുണ്ടായത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.